ഹുസൈൻ സാർ ഒന്നുമില്ല, ഞാനേ ക്ലാസ് തുടങ്ങിയത് അപ്പൊ എന്നെ ഹോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ വിനീഷ് ആക്കിയിട്ടുണ്ട്, മൂപ്പര് ഓൺലൈനിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ അതൊക്കെ വിളിച്ചു സെറ്റാണ്. പിന്നെ മറ്റേത് നിങ്ങളൊന്ന് പറയട്ടോ, നിങ്ങൾ പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാന് ചാവിന്റെ കയ്യിലേക്ക് കൊടുക്കും. ഓക്കെ സാറേ, താങ്ക് യു. ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നാൽ എവിടെയാണ് ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷൻ വണ്ടി ഓക്കെ സാറേ, ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ജോയിൻ ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. നിഹാലെ കേൾക്കാൻ പറ്റുന്നില്ലേ? ഇത് 2 മിനിറ്റ് കൂടെ നോക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കോണ്ടിൻജൻസി പ്ലാനിങ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് കോണ്ടിൻജൻസി പ്ലാനിങ് ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then we discussed Pestel framework. അതുപോലെ പോട്ടേഴ്സ് 5 forces, സ്ട്രക്ചറൽ ഡൈവേഴ്സ്. നമുക്ക് ഈ ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജി നമ്മൾ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കമ്പനീസ് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ എല്ലാവർക്കും എന്തുണ്ട്, പ്ലാൻ ഉണ്ട്. പക്ഷെ ആ പ്ലാന് പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് എ യൂസ്ലെസ് പ്ലാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും, ഒരു സ്ട്രാറ്റജിക് പ്ലാൻ റിസൾട്ട് തരും. ഇനി സ്ട്രാറ്റജിക് പ്ലാൻ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ്, ഈ സ്ട്രാറ്റജിക് പ്ലാനിങ് കൊണ്ടോ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് കൊണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഒന്നും കിട്ടൂല. ഈ എന്താണ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി ഈസ് കൺസേൺഡ് വിത്ത് ദ ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് സിസ്റ്റം ടു അച്ചീവ് ദ ബെസ്റ്റ് ഇന്റഗ്രേഷൻ ഓഫ് പീപ്പിൾ, സ്ട്രക്ചർ, പ്രോസസ് ആൻഡ് റിസോഴ്സസ് ഇൻ റീച്ചിങ് ഓർഗനൈസേഷണൽ പർപ്പസ്. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ റിസോഴ്സസിനെ പ്രോപ്പർലി എന്താ പറയുക യൂട്ടിലൈസ് ചെയ്യുക ആസ് പെർ പ്ലാൻ. ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്നത്. ദ ഡിസൈനിങ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ റിസോഴ്സസ് സച്ച് ആസ് പീപ്പിൾ, പ്രോസസസ് ഇൻ അച്ചീവിങ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് പറയാം സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ മീൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ സ്ട്രാറ്റജി ടു ദ എംപ്ലോയീസ്, developing policies to implement the strategies, making an organization structure to achieve the goals of an organization. വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എന്താണ്, ഗോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആക്ഷൻ പ്ലാൻ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എംപ്ലോയീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തത് ഈ ആക്ഷൻ പ്ലാനിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. മൂന്നാമത്തത് ജോബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള പോളിസീസ് ഡെവലപ്പ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കൺവേർട്ടിംഗ് ദ പ്ലാൻ ഇൻ ടു ആക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞത്. കൺവേർട്ടിംഗ് പ്ലാൻ ഇൻ ടു ആക്ഷൻ ഈസ് കോൾഡ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ. ഇനി നമ്മൾ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജി നടപ്പിലാക്കുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ മെയിൻ ആയിട്ടും 7 ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് എക്സാമിന് ചോദിക്കും, മെക്കൻസീസ് 7 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. എക്സാമിനുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ത്, മെക്കൻസീസ് 7 ഫാക്ടർ. സോ മെക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US-ലുള്ള ഒരു കൺസൾട്ടൻസി കമ്പനിയാണ്. ഇവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനിലുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കുകയാണ് ഈ കമ്പനി മെയിൻ ആയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി. ഈ കമ്പനി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 7 ഫാക്ടേഴ്സ് 7 ഫാക്ടേഴ്സ് എന്താണ്, പ്രോപ്പർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറയാ, ഏതൊക്കെയാണ് ആ 7 ഫാക്ടേഴ്സ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനെ
ഇഫക്റ്റീവ് ആവണ 7 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, സോ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനെ ഇഫക്റ്റീവ് ആക്കുന്ന ഇമ്പോർട്ടൻറ്റ് 7 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഫാക്ടർ ഏത് തന്നെയാണ്? സ്ട്രാറ്റജി തന്നെയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ്? പ്രോപ്പർ പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സീരിയസ് പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കണം, റൈറ്റ് ഡിസിഷൻസ് ആയിരിക്കണം. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്ലാൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പ്ലാന് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഫാക്ടർ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഫാക്ടർ ആണ് സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ വിത്ത് പ്രോപ്പർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾ മീനിങ് ഈസ് arrangement of people with proper authority and responsibility. Arranging people with proper authority and responsibility. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞത്? അവിടെ എംപ്ലോയീസിനെ പ്രോപ്പർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ ഫാക്ടർ ആണ് സിസ്റ്റം. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ കമ്പനിയിലുള്ള പ്രോസസ്സസ്, പ്രൊസീജിയേഴ്സ്, ആ കമ്പനിയിലുള്ള ആക്ടിവിറ്റീസിന്റെ ഫ്ലോ അല്ലെങ്കിൽ മൂവ്മെന്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സിസ്റ്റം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ഇഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ആ കമ്പനി ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് പ്രോപ്പർ ആയിരിക്കണം, ആ കമ്പനി ഫോളോ ചെയ്യുന്ന പോളിസീസ് പ്രോപ്പർ ആയിരിക്കണം, ആ കമ്പനിയുടെ ഓപ്പറേഷൻസ് പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ആക്ടിവിറ്റി, ഓർഡർ ഓഫ് ആക്ടിവിറ്റി പ്രോപ്പർ ആയിരിക്കണം. ഇതിനെല്ലാം കൂടെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സിസ്റ്റം എന്നുള്ളത്. ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈ സ്റ്റൈൽ. ഇവിടെ സ്റ്റൈൽ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന്റെ ലീഡർഷിപ്പ് സ്റ്റൈലാണ്. സുപ്പീരിയേഴ്സിനോ അല്ലെങ്കിൽ മാനേജ്മെന്റിനോ ഒരു പ്രോപ്പർ ലീഡർഷിപ്പ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ട്രാറ്റജി ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റാഫ് എന്നുള്ളത് നെക്സ്റ്റ് ഫാക്ടർ ആണ് സ്റ്റാഫ്. സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എംപ്ലോയീസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്റ്റാഫ് എന്ന് പറഞ്ഞത്. ഈ എംപ്ലോയീസിന്റെ വാല്യൂസ് സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ഒരുപാട് ബാധിക്കും. എംപ്ലോയീസിന്റെ സ്കിൽസ്, എംപ്ലോയീസിന്റെ ടാലൻസ്, എംപ്ലോയീസിന്റെ എബിലിറ്റീസ്, ഇത് പ്രോപ്പർ ആണെങ്കിൽ നമുക്കറിയാം സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇനി എംപ്ലോയീസ് ഒരു പ്രോപ്പർ വാല്യൂസ് ആൻഡ് എബിലിറ്റീസ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ വിൽ നോട്ട് ബി ആൻ ഈസി ആക്ട്. നെക്സ്റ്റ് ഫാക്ടർ ഈസ് ഷെയർഡ് വാല്യൂസ്. ഷെയർഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ബിലീഫ്സ്, കമ്പനിയുടെ കൾച്ചർ, കമ്പനിയുടെ മൈൻഡ് സെറ്റ്, കമ്പനിയുടെ കസ്റ്റം, കമ്പനിയുടെ ട്രഡീഷൻ, ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഷെയർഡ് വാല്യൂസ് എന്ന് പറഞ്ഞത്. ആൻഡ് ഒബ്വിയസ്ലി ആ കമ്പനിക്കുള്ള കോമ്പിറ്റൻസീസ്, അതായത് സ്കിൽസ്. അപ്പോൾ ഇതാണ് മെക്കൻസി 7 ഫാക്ടർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആണ്. കാരണം എന്താണ്? നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നതും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ചെയ്യുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ നല്ല ആക്ഷൻ പ്ലാൻ ഉണ്ട്, ആ ആക്ഷൻ പ്ലാൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ സ്ട്രാറ്റജി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ മെക്കൻസി എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടൻസി കമ്പനി എന്താണ്? എന്തിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ളതാണ്? സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷനിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള US ഒരു കമ്പനിയാണ്. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിക് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ 7 ഫാക്ടേഴ്സ് പ്രോപ്പർ ആയിരിക്കണം. ഈ 7 ഫാക്ടേഴ്സ് കണക്റ്റഡ് ഫാക്ടേഴ്സ് ആണ്. ഈ 7 ഫാക്ടേഴ്സും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 7 ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെക്കൻസി 7S ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്. ഇവിടെ 7S ഫാക്ടേഴ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? 7 ഫാക്ടേഴ്സും S കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഫാക്ടർ ഈസ് സ്കിൽ, ഷെയർഡ് വാല്യൂസ്, സ്ട്രാറ്റജി, സ്റ്റാഫ്, സ്റ്റൈൽ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ. ഏതൊക്കെയാണ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ, സ്റ്റാഫ്, ഷെയർഡ് വാല്യൂസ് ആൻഡ് സ്കിൽസ്. ഈ 7 ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്?
7S സ്ട്രാറ്റജിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മെക്കൻസീസ് 7S ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത്, അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കി ഒരു സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഓർഗനൈസേഷന് നല്ലൊരു സ്ട്രക്ചർ വേണം. ഇനി എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് എംപ്ലോയീസ് ആൻഡ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ അറേഞ്ച് ചെയ്യുക, ഓർഗനൈസേഷനിൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? വർക്കിനെ കോർഡിനേറ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്ത് വേണം? ഒരു പ്രോപ്പർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വേണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. ഫസ്റ്റ് സ്ട്രക്ചർ ആണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാം ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ വിത്ത് പ്രോപ്പർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, അല്ലെ? അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ വിത്ത് പ്രോപ്പർ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഫങ്ഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഏതൊക്കെയാണ് ഒരു ബിസിനസിന്റെ ഫങ്ഷൻ. മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് എന്ത്? ഒരു ബിസിനസിന്റെ ഫങ്ഷൻ. അപ്പോ ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരു ടീം, അയാൾ ഒരു മാനേജറുടെ അണ്ടറിൽ. ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരു ടീമിൽ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും അടുത്ത ടീമിൽ. ഈ രീതിയിൽ ഓരോ ഫങ്ഷന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫങ്ഷണൽ ഹെഡിന്റെ അണ്ടറിൽ ആളുകൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജിയോഗ്രഫിക് സ്ട്രക്ചർ. ജിയോഗ്രഫിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ദ പീപ്പിൾ വിത്ത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ലൊക്കേഷന്റെ ബേസിൽ ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ട് ഒരു ബിസിനസ്സിനെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ജിയോഗ്രഫിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഒരു ബിസിനസ്സിന് എന്തുണ്ട്? എല്ലാ സ്റ്റേറ്റ്സിലും ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ കേരളയുടെ ബിസിനസ് ചെയ്യാൻ ഒരു മാർക്കറ്റിംഗ് ടീം, ഒരു HR, ഒരു ഫിനാൻസ്, ഒരു പ്രൊഡക്ഷൻ ടീം, അവർ കേരളത്തിന്റെ കാര്യം മാത്രം നോക്കും. കേരളത്തിൽ എത്ര പ്രൊഡക്ട്സ് വേണം എന്നുള്ളത് പ്രൊഡക്ഷൻ ടീം പ്രൊഡ്യൂസ് ചെയ്യും. കേരളത്തിലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ മുഴുവൻ മാർക്കറ്റിംഗ് ടീം ചെയ്യും. കേരളത്തിലെ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ കാര്യങ്ങൾ അവിടെ ചെയ്യും. ഇനി തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ തമിഴ്നാടിന് വേറൊരു മാനേജ്മെന്റ്, വേറൊരു ടീം, ഫങ്ഷണൽ ടീം, അവരെന്ത് ചെയ്യും? തമിഴ്നാട് അവരുടെ ആ മാർക്കറ്റ്, ആ ലൊക്കേഷന് വേണ്ട കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ജിയോഗ്രഫിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. സോ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ. സെക്കൻഡ് ജോഗ്രഫിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദി ലൊക്കേഷൻ. ഇനി മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടെന്ന് വെക്കുക. അപ്പോ എന്താ പറയാ, ഒരേ സമയം രണ്ട് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ രണ്ട് ടീമിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് എംപ്ലോയീസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടെ ഈസി ആക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് 2 or 3 ഐറ്റം ബിസിനസ് ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ജോഗ്രഫിക്കൽ സ്ട്രക്ചർ പറഞ്ഞു, ഒരു കമ്പനിക്ക് കേരളത്തിലും തമിഴ്നാടൊക്കെ ബിസിനസ് ഉണ്ടെന്ന് വെക്കാം. ഒരേ ടീം തന്നെയാണ്
കേരളത്തിന്റെ മാർക്കറ്റിങ്ങും തമിഴ്നാടിന്റെ മാർക്കറ്റിങ്ങും പിന്നെ കർണാടകയുടെ മാർക്കറ്റിങ്ങും ഒരേ HR ടീം തന്നെയാണ് ഈ 3 സ്റ്റേറ്റിന് വേണ്ട എംപ്ലോയീസിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ രീതിയിൽ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, മാട്രിക്സ് സ്ട്രക്ചർ. അല്ലെങ്കിൽ നമുക്കിപ്പോ പറയാം ഒരു കമ്പനിക്ക്, ഇപ്പൊ മലബാർ ഗ്രൂപ്പിന് മലബാർ ഗോൾഡ് അവരുടെ ബിസിനസ് ആണ്, മലബാർ ഡെവലപ്പേഴ്സും അവരുടെ ബിസിനസ് ആണ്, ഗോൾഡ് ഓർണമെന്റ് ബിസിനസ് ആണ്, ഡെവലപ്പേഴ്സ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. എന്നാൽ ഈ 2 കമ്പനിയുടെയും മാർക്കറ്റിങ്ങും ഫൈനാൻസും HR ചെയ്യുന്നത് ഒരൊറ്റ ഫങ്ഷണൽ ടീമാണ്. അത്തരത്തിലൊരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇപ്പൊ മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒന്നിലധികം ബിസിനസ് ഉണ്ടാവും. ഈ എല്ലാ ബിസിനസിന്റെ ഫംഗ്ഷനും എന്താണ്, ഒരേ ടീം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മാട്രിക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഈ നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് ഹൈബ്രിഡ് സ്ട്രക്ചർ. ഹൈബ്രിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ, നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു ഓർഗനൈസേഷനിൽ ഒന്നിലധികം ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്, മിക്സ് ഓഫ് സ്ട്രക്ചേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഹൈബ്രിഡ് സ്ട്രക്ചർ. ഒരേ ഓർഗനൈസേഷനിൽ തന്നെ എന്താ പറയാ, ഫങ്ഷണൽ സ്ട്രക്ചറും ഉണ്ട്, അതുപോലെ തന്നെ ഡിവിഷണൽ സ്ട്രക്ചറും ഉണ്ട്. ഒരു കമ്പനിയിൽ തന്നെ 2 സ്ട്രക്ചർ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചില ആക്ടിവിറ്റീസിന് ഫങ്ഷണൽ സ്ട്രക്ചർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാൻ പവർ പ്ലാനിങ്ങിന് എന്താണ് ഫങ്ഷൻ, മാട്രിക്സ് സ്ട്രക്ചർ എന്താണ്, ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ എംപ്ലോയീസിനെയും പ്ലാൻ ചെയ്യുന്നതും റിക്രൂട്ട് ചെയ്യുന്നതും സിംഗിൾ HR ടീമാണ്. പക്ഷെ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ജോഗ്രഫിക് സ്ട്രക്ചർ. ഒരു കമ്പനിയിൽ തന്നെ ബിസിനസിന്റെ ഡിഫറെന്റ് ഫംഗ്ഷന് ഡിഫറെന്റ് മിക്സ് ഓഫ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ മിക്സ് ഓഫ് സ്ട്രക്ചർ അല്ലെങ്കിൽ സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഹൈബ്രിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഇതുവരെ പറഞ്ഞത് ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആയോ? ഇതുവരെ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആയോ? ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ സിസ്റ്റം. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ സിസ്റ്റം. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ സിസ്റ്റം ആണ് പേഴ്സണൽ കൺട്രോൾ. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞതാണ് പേഴ്സണൽ കൺട്രോൾ. പേഴ്സണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, it is the desire to shape and influence the behavior of a person in a face-to-face interaction in order to achieve the organizational goal. ഒരാളുടെ ബിഹേവിയർ, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുടെ ബിഹേവിയർ നമ്മൾ കൺട്രോൾ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ സ്വാധീനിക്കുകയാണ് ആ ഫേസ് ടു ഫേസ് വേല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പേഴ്സണൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. ഇപ്പൊ ഡയറക്റ്റ് സൂപ്പർവിഷൻ എന്താണ്, ഒരു പേഴ്സണൽ കൺട്രോളിംഗ് മെത്തേഡാണ്. സൂപ്പർവൈസിംഗിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരാളെ ഫേസ് ടു ഫേസ് ഒബ്സർവ് ചെയ്തിട്ട് കമ്പനിയുടെ ഗോളിന് ആവശ്യമായുള്ള രീതിയിൽ അയാളെ കൊണ്ട് എന്ത് ചെയ്യും, പെർഫോം ചെയ്യിപ്പിക്കും, അല്ലെ അയാളെ കൊണ്ട് ബിഹേവ് ചെയ്യിപ്പിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പേഴ്സണൽ കൺട്രോൾ എന്ന് പറഞ്ഞത്. കാരണം എന്താണ്, സുപ്പീരിയേഴ്സിന് സബോർഡിനേറ്റ്സിനെ ഫേസ് ടു ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും അവർ